ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന പ്രധാന വിഷയങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ്. അതിൽ വിലക്കയറ്റം 17% എന്നുള്ളതാണ് കണക്ക്. കഴിഞ്ഞ സർവേയിലും ഏകദേശം ഇത്ര തന്നെയായിരുന്നു. വിലക്കയറ്റം 17%, തൊഴിലില്ലായ്മ 16.2%, അഴിമതി 12.9%, മദ്യവും ലഹരിയും 11.2%, ക്രമസമാധാനവും സ്ത്രീ സുരക്ഷയും 9.2%. ഈ ഒരു കണക്കാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ സർവേയിലും ഏകദേശം ഇതേ രീതിയിൽ തന്നെയായിരുന്നു. മറ്റ് ഘടകങ്ങൾ കൂടി നോക്കുമ്പോൾ വർഗീയ ധ്രുവീകരണം 6.1% അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമാകും എന്നുള്ളതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള 5%. കഴിഞ്ഞ സർവേയിലെ പോലെ തന്നെ വളരെ കുറവാണ്. 5% ആളുകൾ മാത്രമേ ശബരിമല സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിലെ ഒരു വിഷയമാണ് എന്ന കാര്യത്തിൽ വിലയിരുത്തൽ നടത്തുന്നുള്ളൂ. വികസനമില്ലായ്മ 4.2%, മറ്റ് വിഷയങ്ങൾ 5.3%, അഭിപ്രായമില്ല 13%. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വിഷയമായിട്ട് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് വിലക്കയറ്റമാണ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. തൊഴിലില്ലായ്മ 16.2%. ഈ രണ്ട് ഘടകങ്ങൾക്കാണ് മുൻതൂക്കം. കിരൺ, എങ്ങനെ കാണുന്നു ഇതിനെ? തെരഞ്ഞെടുപ്പിലെ വിഷയങ്ങൾ മാറി മറിഞ്ഞിട്ടില്ല എന്ന് തന്നെ കാണേണ്ടതാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ദിവസത്തിലേക്ക് കടക്കുമ്പോൾ. അതെ, ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം വിലക്കയറ്റം തന്നെയാണെന്നാണ്. ആ വിലക്കയറ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത അത് ഏതെങ്കിലും ഒരു ഏജ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലമോ, വടക്ക് തെക്ക് മധ്യ കേരളം അങ്ങനെ സ്ഥലമോ ജില്ലയോ ഒന്നും തിരിയുന്നില്ല. എല്ലാവരും ഒരേപോലെ തന്നെ പറയുന്നത് വിലക്കയറ്റം എന്ന് പറയുന്നതിന് അതിന് എവിടെയെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരു സ്ഥലത്തില്ല. അതേസമയം തൊഴിലില്ലായ്മയിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അത് ചെറിയ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ്. തൊഴിൽ ഏറ്റവും അനിവാര്യമായി നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ തന്നെയാണ്. അത് 18 മുതൽ 24 വയസ്സ് വരെയുള്ളതിനകത്ത് 20.5%, അതോടൊപ്പം തന്നെ 25 മുതൽ 34 വരെ നിൽക്കുന്നവർക്കും 20%. ഈ രണ്ട് ഏകദേശം ഒരു 18 മുതൽ 35 വയസ്സ് വരെ നിൽക്കുന്ന ആളുകളുടെ ഈ തൊഴിലില്ലായ്മ ഒരു പ്രധാനപ്പെട്ട ഗൗരവമുള്ള പ്രശ്നമായി കാണുന്നത്. അതേസമയം അഴിമതിയുടെ വിഷയം വരുമ്പോൾ ചെറുപ്പക്കാർ അങ്ങനെ സംസ്ഥാന സർക്കാരിനെതിരെ അങ്ങനെ ഒരു വലിയ അഴിമതി നടക്കുന്നുണ്ട്, ആ തരത്തിലേക്കുള്ളൊരു വിലയിരുത്തൽ അവർക്കില്ല. പക്ഷേ അഴിമതിയെക്കുറിച്ച് കൂടുതൽ കൺസേൺ ആയിരിക്കുന്നത്, അഴിമതി നടക്കുന്നു എന്നൊരു കൺസേൺ ആയിരിക്കുന്നത് പ്രധാനമായും 50 വയസ്സിന് മുകളിലുള്ള ആളുകളാണ്. സ്വാഭാവികമായി എപ്പോഴും അങ്ങനെയാണ്. ചെറുപ്പക്കാർ അവർക്ക് കാര്യം നടക്കണം എന്നതിനപ്പുറത്തേക്ക് ഈ കാര്യം നടക്കുമ്പോൾ അതിന് പിന്നിൽ അഴിമതി ഉണ്ടോ അത്തരം കാര്യങ്ങൾ പൊതുവെ കുറച്ചാണ് ചിന്തിക്കുന്നത്. അങ്ങനെ തന്നെയാണ് സർവേയിലും വന്നിരിക്കുന്നത്. പക്ഷേ 50 വയസ്സിന് മേൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് അഭിപ്രായം രേഖപ്പെടുത്തിയവരാണ് ഏറ്റവും കൂടുതൽ ഈ അഴിമതിയെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ 50 വയസ്സിന് മേളിലുള്ള ആളുകളും അഴിമതി ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് തന്നെ ഉന്നയിക്കുന്നു. അത് ഈ തൊഴിലില്ലായ്മയുടെ വിഷയത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, തൊഴിലില്ലായ്മയിൽ ഏറ്റവും കൂടുതൽ രൂക്ഷമായി ബാധിച്ചിരിക്കുന്നത് SC/ST വിഭാഗത്തെയാണ്. നേരത്തെ SC/ST വിഭാഗത്തിൽ നിന്നാണ് കൂടുതൽ ആളുകൾ പിണറായി വിജയനെ പിന്തുണ നൽകിയതും LDFിൻ്റെ ഭരണം മെച്ചപ്പെട്ടതാണെന്ന് പറയുമ്പോഴും, പക്ഷേ തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായി ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ തൊഴിൽ ലഭിക്കാൻ ഏറ്റവും കുറവ് അവസരം ഇപ്പോഴും കേരളത്തിലെ SC വിഭാഗത്തിനാണ്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനാണ് എന്ന് കൂടി തെളിയിക്കുന്നതാണ്. ആ വിഭാഗത്തിൽ നിന്നാണ് തൊഴിലില്ലായ്മ ഒരു വലിയ വിഷയമായി കാണുന്നത്. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്രമസമാധാന പ്രശ്നവും പലപ്പോഴും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ആ തരത്തിൽ നീതി ലഭിക്കുന്നില്ല എന്നൊരു തോന്നൽ ഉള്ളതും ഈ പറയുന്ന SC/ST വിഭാഗത്തിൽ നിന്നാണ്. അതാണ് ഒരു വലിയൊരു കോൺട്രഡിക്ഷനായി നിൽക്കുന്നത്. ഈ ഭരണത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗമാണ് SC/ST വിഭാഗം. അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പിണറായി വിജയനെ വലിയ തോതിൽ അനുകൂലിക്കുന്നുണ്ട്. പക്ഷേ തൊഴിലില്ലായ്മയുടെ വിഷയത്തിൽ സമൂഹത്തിൽ നേരിടുന്ന അക്രമങ്ങൾ അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെടൽ, ഈ വിഷയത്തിലൊക്കെ SC/ST വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കടുത്ത കൺസേൺ ഉണ്ട്. മറ്റെല്ലാ വിഭാഗത്തിന്റെ കൺസേണേക്കാൾ കൂടുതലാണ് ഈ വിഭാഗത്തിന്റെ കൺസേൺ. പക്ഷേ മറ്റൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശബരിമല സ്വർണ്ണക്കൊള്ള വലിയൊരു വിഷയമായിട്ട് ജനങ്ങൾ കാണുന്നില്ല എന്നതാണ്. അത് കഴിഞ്ഞ 2 സർവേകളിലും അങ്ങനെയായിരുന്നു, ഇത്തവണയും അങ്ങനെ തന്നെയാണ്. 5% മാത്രമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു വിഷയമായിട്ട് കാണുന്നത്. അടുത്ത ചോദ്യവും ഏതാണ്ട് ഇതുമായി താരതമ്യപ്പെടുത്തിയുള്ളത് തന്നെയായിരുന്നു. മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് കേരളത്തിൽ വർഗീയ ധ്രുവീകരണം കൂടിയോ അതോ കുറഞ്ഞോ എന്നുള്ള ചോദ്യമായിരുന്നു. കൂടി എന്ന് അഭിപ്രായപ്പെട്ടവർ 49.3%. ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. 49.3% ആളുകളും വിശ്വസിക്കുന്നു മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വർഗീയ ധ്രുവീകരണം കൂടിയിട്ടുണ്ട് കേരളത്തിൽ എന്നാണ്. അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് കാണുന്ന ഈ വർഗീയ ധ്രുവീകരണ പരാമർശങ്ങൾ അത് ജനങ്ങളെ ബാധിച്ചിട്ടുണ്ട്, ജനങ്ങളത് ആശങ്കയോടുകൂടി കാണുന്നു എന്നത് തന്നെയാണ്. അതേസമയം കുറഞ്ഞിട്ടുണ്ട് എന്ന് അഭിപ്രായപ്പെടുന്നവർ 17.8%. മാറ്റമില്ല എന്ന്
14.9% ആളുകൾ അഭിപ്രായപ്പെടുന്നു. അതിൽ തന്നെ അത് ചിലപ്പോൾ നേരത്തെ വർഗീയ ധ്രുവീകരണം കൂടുതലായിരുന്നു, അത് തന്നെ ഇപ്പോഴും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. അല്ലെങ്കിൽ നേരത്തെ ധ്രുവീകരണം അത്ര കണ്ടില്ലായിരുന്നു, അത് തന്നെ ഇപ്പോഴും തുടരുന്നു എന്ന് പറയുന്നവരാണ്. 14.9%. അഭിപ്രായമില്ലാത്തത് 18% ആളുകൾക്കാണ്. അതിൽ വർഗീയ ധ്രുവീകരണം കേരളത്തിൽ ഉണ്ട്, മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് കൂടുതലായിട്ട് കാണുന്നു. ഇത് പറയുന്നവർ 49.3%. കിരൺ, ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള മറ്റ് ഘടകങ്ങൾ ഉണ്ടോ ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് ജനങ്ങൾ വിലയിരുത്തുന്നത്? ഇതിൽ അങ്ങനെ മറ്റ് കാര്യമായ ഘടകങ്ങൾ പറയാൻ കഴിയില്ല. ഇതിനകത്ത് പറയുന്നത് അപ്പർ കാസ്റ്റ് ഹിന്ദുസ്, അങ്ങനെ ആ ജാതി വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകളാണ് കൂടുതൽ. അതും അതോടൊപ്പം തന്നെ OBC വിഭാഗത്തിൽപ്പെടും. അപ്പോൾ അങ്ങനെ OBC വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും അപ്പർ കാസ്റ്റ് ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആളുകളൊക്കെയാണ് ഈ വർഗീയ ധ്രുവീകരണം കൂടുതലായി ഉണ്ട് എന്ന് അങ്ങനെ ഒരു ചിന്താഗതി വരുന്നത്. പ്രധാനമായും മറ്റു വിഭാഗങ്ങളുമെല്ലാം അത് ഇപ്പോൾ റൂറൽ മേഖലയിലേക്ക് വന്നാലും അർബൻ മേഖലയിലേക്ക്, നഗരമേഖലയെന്നോ അല്ലെങ്കിൽ ഗ്രാമമേഖലയെന്നോ വ്യത്യാസമില്ലാതെ അത് 49-50 എന്നൊക്കെ പറയുന്നത് അത് ഏകദേശം അടുത്ത് നിൽക്കുന്നത് തന്നെയാണ്. ഈ വർഗീയ ധ്രുവീകരണം ഉണ്ട് എന്നത് കേരളത്തിലെ ഒരു 50% ആളുകൾ കേരളത്തിൽ വർഗീയ ധ്രുവീകരണം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു മതേതര കാഴ്ചപ്പാടോ അല്ലെങ്കിൽ അതിന് മാറി ജാതീയമായിട്ടുള്ള മതപരമായ ചിന്താഗതി കൂടുതൽ ഈ കേരളത്തിൻ്റെ ജനങ്ങളെ ബാധിക്കുന്നു എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ അത് എല്ലാ വിഭാഗത്തിലും കൂടുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് ഒരു തരത്തിൽ പറഞ്ഞാൽ ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ പരിഹരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ശരി, ശ്രീ MS വേണുഗോപാൽ, ഇത് ജനങ്ങൾ ശ്രദ്ധയോടുകൂടി കാണുന്നുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. ഏത് മുന്നണിയാണ് ഇങ്ങനെ വർഗീയ ധ്രുവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നുകൂടി കണ്ടുകൊണ്ട് അവരുടെ വിലയിരുത്തൽ വരുമല്ലോ തെരഞ്ഞെടുപ്പിൽ? വളരെ കൃത്യമായി വരും. അതില് ഞാനിപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പർ ക്ലാസിനും അതുപോലെ തന്നെ OBC വിഭാഗത്തിനും കൂടുതൽ വർഗീയ ധ്രുവീകരണത്തിൽ വിഷമമുണ്ടെങ്കിൽ അതിന്റെ ദോഷം വരാൻ പോകുന്ന LDF-നാണ്. കാരണം ഈ വിഭാഗങ്ങളാണ് LDF-നെ കൂടുതൽ മുൻകാലങ്ങളിൽ സപ്പോർട്ട് ചെയ്തത്. LDF-നെ പൊതുവെ വർഗീയതയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായും അത്തരത്തിലൊരു ശക്തിയുമായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ എക്കാലവും കണ്ടിരുന്നത്. അതിന് വ്യത്യസ്തമായി ചിലത് വന്നതുകൊണ്ടാണ് ഈ അപ്പർ കാസ്റ്റും അതുപോലെ തന്നെ OBC-യും LDF-ന്റെ ശക്തിയായി നിന്നവർ തന്നെ ഇപ്പോൾ വർഗീയ ധ്രുവീകരണം വലിയ തോതിൽ വരുന്നു, അത് ആപത്താണ് എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിൽ തന്നെയാണ് അവർ ഇത്രയും 49% എന്ന് പറയുമ്പോൾ പലരും ഇത് പറയാൻ മടിച്ചിട്ടുണ്ടാവും. ഇതിലും വലിയ ശതമാനം ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇത് LDF വളരെ സൂക്ഷിച്ച് ഭാവിയിലെങ്കിലും അവരുടെ പ്രവർത്തനത്തിൽ മാറ്റം വരുത്തേണ്ടതാണ്. ശരി, ഒരു ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് വർഗീയ ധ്രുവീകരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടി എന്ന അഭിപ്രായം പറയുന്നവരാണ് 49.3% ആളുകളും എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്ത ചോദ്യം കോൺഗ്രസിനെ നേരിട്ട് ബാധിക്കുന്ന, UDF-നെ നേരിട്ട് ബാധിക്കുന്ന ഒന്നായിരുന്നു. ഒന്നിലേറെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഉള്ളത് കോൺഗ്രസിന്റെ പ്രകടനത്തെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ്. അത് കോൺഗ്രസിന്റെ എന്ന് പറയുമ്പോൾ UDF-ന്റെ പ്രകടനത്തെ എന്ന് തന്നെ പറയാം. അത് നേട്ടമാണ് എന്ന് പറയുന്നവർ 24.5%. ഒന്നിലേറെ മുഖ്യമന്ത്രി മുഖങ്ങൾ ഉള്ളത് നേട്ടമാകും UDF-ന് എന്ന് പറയുന്നത് 24.5%. അത് തിരിച്ചടി ഉണ്ടാക്കും എന്ന് പറയുന്നത് 36.2%. കൂടുതൽ ആളുകളും ചിന്തിക്കുന്നത് കോൺഗ്രസിന്റെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള കടിപിടി അത് ദോഷമുണ്ടാക്കും എന്നുള്ളതാണ്. സ്വാധീനിക്കില്ല എന്ന് 23.3%. അഭിപ്രായമില്ലാത്തത് 16.1% എന്നതാണ്. ഇതിൽ നേട്ടമാകും സ്വാധീനിക്കില്ല എന്നത് രണ്ടും ഏകദേശം ഒരേ രീതിയിൽ കാണേണ്ടതാണ്, ഇല്ലേ കിരൺ? അത് തന്നെയാണ്. അതിന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത കൂടി ഇതിൽ കാണാൻ കഴിയുന്നത് സ്വാധീനിക്കില്ല. ഏകദേശം ആകെ ജനസംഖ്യയിൽ 4.1% ആളുകളും ഇത് സ്വാധീനിക്കില്ല എന്ന് പറയുമ്പോൾ ആര് മുഖ്യമന്ത്രി ആവണം അക്കാര്യത്തിൽ ജനം കൺസേൺ അല്ല എന്നുള്ളത് കൂടിയാണ് അതിൽ അർത്ഥമാക്കുന്നത്. ആരോ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ആര് എന്ന് നോക്കിയല്ല ഇവരാരും വോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ വോട്ടിനെ ഡിസൈഡ് ചെയ്തൊരു പ്രധാനപ്പെട്ട ഫാക്ടർ 4/1 ജനങ്ങൾക്കെങ്കിലും അതല്ല എന്ന് കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നേട്ടമാകും എന്ന് പറയുന്നത് 24.5% ആളുകൾ. അത് പ്രധാനമായും അതിൽ മുസ്ലിം വിഭാഗത്തിലുള്ളവരൊക്കെ കൂടുതൽ ശതമാനം ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് മൾട്ടിപ്പിൾ ഫേസസ് വരുന്നത്, പല ആളുകളുടെ ഒരു സാധ്യത വരുന്നത് സ്വാഭാവികമായും നേട്ടമാകുമെന്ന് പറയുന്നു. പക്ഷേ ഹിന്ദു വിഭാഗത്തിലെ അപ്പർ കാസ്റ്റ് ഹിന്ദുക്കളും അതോടൊപ്പം തന്നെ OBC വിഭാഗവും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത്, അത് കൂടുതൽ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അത് കോട്ടമാകും എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഇതിനകത്ത് കാണേണ്ട ഒരു പ്രധാന പ്രത്യേകത, ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വരുന്നു എന്നതിനെ നോക്കി വോട്ട് ചെയ്യുന്ന ആളുകൾ അതിൽ കാര്യമായ ഒരു ഫലം കേരള രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്നതുകൂടിയാണ്. നല്ലൊരു ശതമാനം ആളുകൾ അക്കാര്യത്തിൽ അഭിപ്രായം പറയാത്ത ആളുകൾ, 16.1% പേർക്ക് അഭിപ്രായമില്ല എന്ന് പറയുന്നു. ഈ സ്വാധീനിക്കില്ല എന്ന് 23.3% പേർ പറയുന്നു. തിരിച്ചടിയാവുന്ന 36.2%
2% ആളുകൾ പറയുമ്പോൾ തന്നെ സ്വാഭാവികമായും ചിലപ്പോൾ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന ആളുകൾ തന്നെ അങ്ങനെ കോൺഗ്രസിന് അങ്ങനെ ഒരു ഒറ്റയ്ക്കൊരു UDF-ന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ല. അത് ദോഷമാണ്. ഇനി CPM-ന് അങ്ങനെ ഉണ്ടായാലും സ്വാഭാവികമായും അത് ദോഷമാണ്. ഇപ്പോൾ നേരത്തെ 2016 തെരഞ്ഞെടുപ്പിലൊക്കെ VS അച്യുതാനന്ദനാകുമോ പിണറായി വിജയൻ ആകുമോ മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിലൊക്കെ അന്ന് പാർട്ടി കൃത്യമായ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നില്ല. അത് വലിയ ദോഷമാണ് എന്നൊക്കെ വലിയ വിഭാഗത്തിന് അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് രണ്ടും അവസാനം രണ്ടുപേരും മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുണ്ട് എന്ന് രണ്ടുപേരെയും അനുകൂലിക്കുന്ന ആളുകളുടെ വോട്ട് സമാഹരിക്കാനൊക്കെ ഒരു തരത്തിൽ അവർക്ക് ഗുണകരമായി വന്നിട്ടുണ്ട്. കോൺഗ്രസിനും മുൻകാലങ്ങളിലൊക്കെ അത്തരം ഗുണകരമായ ഒരു അവസ്ഥ കോൺഗ്രസിനും ഉണ്ടായിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും നിൽക്കുമ്പോൾ ഇതിൽ രമേശിനെ മുഖ്യമന്ത്രി ആയേക്കാം എന്ന് പ്രതീക്ഷിച്ച് വോട്ട് ചെയ്യുന്ന ആളുകളുമൊക്കെ ഉണ്ട്. അത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇത് ആശ്വാസം നൽകുന്ന ഒരു ഘടകമാണ് കോൺഗ്രസിനെയും UDF-നെയും സംബന്ധിച്ചിടത്തോളം. പക്ഷേ 36.2% ആളുകൾ തിരിച്ചടിയാണെന്നും പറയുന്നുണ്ട്. ശ്രീ MS വേണുഗോപാൽ, എങ്ങനെയാണ് കാണുന്നത് താങ്കൾ? ഇത് കോൺഗ്രസിനും UDF-നും അനുകൂലമായ ഒരു സർവേ ഫലമാണോ അതോ തിരിച്ചടി ഉണ്ടാക്കുന്നതാണോ? ഇതിൽ അനുകൂലവും പ്രതികൂലത്തിന്റെയും സാധ്യത വളരെ കുറവാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾ വളരെ പൊളിറ്റിക്കലായി വോട്ട് ചെയ്യുന്നവരാണ്. അവര് വ്യക്തികളെക്കാൾ കൂടുതൽ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ഒരു രീതി മുമ്പ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് മാത്രമായിരുന്നെങ്കിൽ ഇപ്പൊ കോൺഗ്രസിനായാലും BJP-ക്കായാലും ഒക്കെ അവർ പാർട്ടിക്ക് പ്രാമുഖ്യം കൊടുക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. പാർട്ടിയുടെ നേതാക്കളിൽ ചിലപ്പോൾ ചില വ്യത്യാസങ്ങൾ വന്നാലും അവരത് പലപ്പോഴും സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഞാൻ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് മേയറുടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ഞാനത് കണ്ടതാണ്. ആരെയാണോ മേയറായിട്ട് പ്രൊജക്ട് ചെയ്ത് ആ ആളിനല്ലാതെ വേറൊരാൾക്ക് കൊടുത്തപ്പോൾ വലിയ ഭൂകമ്പം ഉണ്ടാകുന്നതായിട്ട് ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല നല്ലതാണ് എന്ന് പറഞ്ഞ് അത് പാർട്ടിക്കാർ അംഗീകരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഇത് LDF-നും UDF-നും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ്. അവര് പാർട്ടിയെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. പാർട്ടിയുടെ പോളിസികൾ ഞങ്ങളെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാടുകൾ എന്റെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും എന്നതിന് കണക്കാക്കിക്കൊണ്ടാണ് പലപ്പോഴും വോട്ട് ചെയ്യാറുള്ളത്. ഇപ്പോഴും അത് തന്നെയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് കൂടുതലായിട്ട് അത് ബാധിക്കില്ല. പിന്നെ അത് ഇലക്ഷൻ സമയത്ത് പരസ്പരം പാര വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശരിയാണ്. അതൊരു പ്രധാന ഘടകം തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.